സിദ്ദിഖ് ഭായി, എനിക്ക് വയ്യ, മുട്ട് വേദനയാണ്, മുകളിലേക്ക് കയറാൻ വയ്യ. നമുക്ക് ഈ കലങ്കിൽ എവിടെയെങ്കിലും ഇരിക്കാം. നമുക്ക് ഈ കലങ്കിൽ കൃഷ്ണ, കാലം വരുത്തിയ വടിവുകളും ചുടിവും അത് ഒഴിവാക്കിയ മനസ്സുകൊണ്ട് ഇപ്പോഴും നമ്മൾ പഴയ 86-88 കാലഘട്ടത്തിൽ തന്നെ. എങ്കിലും അവസാനം ഉദയൻ പറഞ്ഞ പോലെ 50 വർഷം കഴിഞ്ഞിട്ടും എല്ലാവരും നമ്മെ വിട്ടു പോയിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു സംഗമം. ഉദയം പറഞ്ഞ പോലെ അവസാന കണ്ണികളും ഇത് നടത്തിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എനിക്ക് നമ്മുടെ ഉദയനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഏറെ സങ്കടം. ഈ തിരികെയുടെ അവസാന നാൾ വരെയും അദ്ദേഹം ഇതിനെ നയിച്ചു. പിന്നെ ഉദയം അവസാനം വരെ സെക്രട്ടറി സ്ഥാനം വിട്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പോകുന്ന സ്ഥലത്തെല്ലാം കസേര കൊണ്ടുപോകും. ആ കസേര വിട്ടിട്ടുള്ള ഒരു കടിയില്ല. ഇല്ല ഇല്ല, അതെനിക്ക് തോന്നാറുണ്ട്. എങ്ങനെയാണ് വന്നത്? ഞാൻ അത് ചോദിക്കാൻ മറന്നത്. ഞാൻ ആ ഹെലികോപ്റ്ററിൽ തന്നെ പോകുന്നു. കോളേജ് ആകെ മാറി, കുട്ടികളാരും ഇപ്പോൾ പഠിക്കാൻ കോളേജിലേക്കൊന്നും വരുന്നില്ല. ആ കെട്ടിടം കണ്ട എന്തൊരു മാറ്റം നോക്ക്, എത്ര നിലയിലാണല്ലേ കോളേജ് ക്യാമ്പസ് ആകെ മാറി. എല്ലാം മാറി. 50 വർഷത്തെ മാറ്റം, വലിയ മാറ്റം തന്നെ. എന്തായാലും നമുക്ക് അഭിമാനിക്കാം. കോളേജ്, നമ്മൾ പഠിച്ച കോളേജ് എത്രമാത്രം വലുതായിരിക്കുന്നു. യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ, യൂണിവേഴ്സിറ്റി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കുട്ടികൾ പഠിക്കാനില്ല കേട്ടോ, എല്ലാവരും വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് നമ്മുടെ ഷീജയുണ്ടല്ലേ, ഷീജയെ ഓർക്കണ്ട? നമ്മുടെ വാനമ്പാടി ഗാനഗോകുലം ഷീജ ആർക്കും മറക്കാൻ കഴിയില്ല. എല്ലാ ശനിയാഴ്ചയും ഒരു പാട്ട് പാടുമായിരുന്നു. എല്ലാ ശനിയും, ഇടയ്ക്കുള്ള ദിവസങ്ങളിലും പാടും. പക്ഷേ ഷീജയെ മറക്കാൻ കഴിയില്ല. നിങ്ങൾ ഓർക്കുന്നില്ല അവസാനത്തെ ദിവസം ഷീജ കഴിഞ്ഞ വർഷം മരിച്ചു പോകുന്നതിന് മുമ്പ് വരെയും പാടിയ പാട്ട് നമുക്ക് നല്ല ഓർമ്മയില്ലേ? മരണം വാതിൽക്കലൊരു എനിക്ക് കണ്ണീര് വരുന്നുണ്ട് എൻ്റെ. ആ പാട്ട് പാടിയിട്ടാണ് ഷീജ നമ്മളോട് യാത്ര പറഞ്ഞത്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, പക്ഷെ ഉദയം പോയി റീത്ത് വെച്ച് പോകും. അതെ, ഉദയം എല്ലാ സ്ഥലത്തും റീത്ത് വയ്ക്കാൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ തൊപ്പി ഓർമ്മയുണ്ട്? ഇല്ലല്ലോ. ഓർക്കില്ല, എനിക്കറിയാം. നിങ്ങൾ 50 വർഷം മുമ്പ് UK പോയത് ഓർമ്മയുണ്ടോ? മോളുടെ അടുത്ത് പോയത്. അന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന തൊപ്പിയാണിത്. ഞാനത് സൂക്ഷിച്ചു വെച്ചു. എനിക്കും സിദ്ദിഖ് ഭായ് തന്ന അത്തറിൻ്റെ മണം ഇപ്പോഴും എൻ്റെ മുഖത്തു നിന്നും പോയിട്ടില്ല. എപ്പോഴും അത്തറും കൊണ്ട് വരാറുണ്ട്. ടൂറ് പോകുമ്പോഴും എപ്പോഴും എൻ്റെ കയ്യിൽ പുരട്ടി തരാറില്ലേ? എന്തായാലും വലിയ സന്തോഷം തന്നെ. അരിയെ ഓർക്കുന്നുണ്ടോ? പിന്നെ നമ്മുടെ അന്നദാതാവ് അരിയെ മറക്കാൻ കഴിയില്ല. എല്ലാ സംഗമത്തിനും ബിരിയാണിയും നെയ്ച്ചോറും അത് അദ്ദേഹം നമുക്ക് എന്നും സമ്മാനിക്കാനാണ്. സ്വർഗത്തിലായിരിക്കും അല്ലേ? അതെ, നമ്മൾക്ക് എല്ലാവർക്കും ഭക്ഷണം തന്ന അലി ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും. കണ്ടോ, എന്തൊക്കെയോ കൂവലുകൾ കേൾക്കുന്നുണ്ട്. ആത്മാക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗതി കിട്ടാത്ത ഏതോ ആത്മാക്കൾ ഇവിടെ
കണ്ടോ ആ കൂവലുകൾ കേൾക്കുന്നില്ലേ? ബാക്കി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഞാനും കേൾക്കുന്നുണ്ട്. ഗതികെട്ടാത്ത ഏതോ ആത്മാക്കൾ എല്ലാവരും സ്വർഗത്തിലാണ് ആവണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അല്ല പക്ഷേ അല്ല, 2-3 പേര് ഇവിടെ ഇപ്പോഴും ഗതികെട്ടാതെ അലിയുന്നുണ്ട്. ആ കേട്ടില്ലേ? നിങ്ങൾക്ക് സിമീർ സാഹുവിനെ ഓർമ്മ ഉണ്ടോ? പിന്നെ നിത്യഹരിത നായകൻ ഓർമ്മയുണ്ടോന്നോ? ഒരു ചുളിവില്ലാതെ ഷർട്ടും അടിപൊളിയായിട്ടുള്ള സംസാരവും മറക്കാൻ കഴിയുമോ? നമ്മുടെ ഗ്രൂപ്പിൽ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. ഞാൻ എന്നും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിക്കും, എന്താണ് ഈ നിത്യവസന്തത്തിൻ്റെ ചരിത്രമെന്ന്, കഥയെന്ന്. പക്ഷേ ഇനി എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതിലൊന്നും ഒരു കാര്യമില്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ? സൗന്ദര്യം ഇതൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും നമ്മളേലും മുമ്പ് എല്ലാവരും പോയില്ലേ? ഇപ്പോൾ കൃഷ്ണകുമാർ, ആദ്യം ഫൈസല്, അതുപോലെ തന്നെ നമ്മുടെ ജയാനന്ദ്, എല്ലാവരും പോയി. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചാലക്കുടിയിൽ നിന്നും വരുന്ന അനിതയെ? ഓ, അനിത ഓർമ്മയുണ്ട്. മറക്കാൻ കഴിയില്ല. ചാലക്കുടിയിൽ നിന്ന് വരുന്ന അനിത നമുക്ക് മറക്കാൻ കഴിയില്ല. എന്നും അവർക്ക് ശ്വാസം മുട്ടാണ്. പാവം, നമ്മുടെ പല പരിപാടികളും വിളിക്കുമ്പോൾ അവർക്ക് വരാൻ കഴിയാറില്ല. ശ്വാസമുട്ടാണെങ്കിലും അവസാനം ഒരു 10 വർഷമൊക്കെ ആയിട്ട് വരാണ്ടിരുന്നിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചത് ഈ ഗ്രൂപ്പിന്റെ തുടക്കത്തിൽ തന്നെ പോകുന്നതാണ്. പക്ഷേ പോയത് ഈ 2 വർഷം മുമ്പാണ്. എന്തായാലും അപ്പം മനസ്സിലായില്ലേ, നമ്മുടെ കയ്യിലൊന്നുമല്ല കാര്യങ്ങളെന്ന്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ആരെപ്പോഴാണ് പോകുന്നതെന്ന് അവർക്കറിയുള്ളൂ. ശരി, എന്തായാലും എത്ര അവാർഡുകൾ വാങ്ങിയിട്ടാ പോയത്? മറക്കാൻ കഴിയില്ല. എത്ര മറക്കാൻ കഴിയുമോ? നമ്മുടെ ഓണാഘോഷങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ റിസോർട്ടിലല്ലേ നടന്നത്. എന്തായാലും ആഗ്രഹം പോലെ എത്ര ദാദാ സാഹേബ് അവാർഡ്, എത്ര അവാർഡുകൾ വാങ്ങിയാണ് ആള് മരിച്ചു പോയത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഓർക്കുന്നത് നമ്മുടെ വാഹിദയാണ്. വാഹിദയും മറക്കാൻ കഴിയുമോ? മറക്കാൻ കഴിയില്ല. എന്തൊരാവശ്യം ചെന്ന് പറഞ്ഞാലും, രോഗിയാവട്ടെ, ആഘോഷമാവട്ടെ, സംഗമമാവട്ടെ, എന്ത് മരണമാവട്ടെ, എന്ത് പറഞ്ഞാലും കയ്യടച്ചാണ്. അതാ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, തിരികേലേക്ക് സംഭാവന തന്ന എല്ലാവരും ഇപ്പൊ സ്വർഗത്തിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ തിരികെ ഗ്രൂപ്പിന് അകമഴിഞ്ഞ സംഭാവന തന്ന എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിലുണ്ടാവും. അല്ലാത്തതൊന്നുകൊണ്ട് പോകണേ. ബാബുവിന് ഓർമ്മയില്ലേ? ബാബു, PC ബാബു പിന്നെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. ആദ്യം മെമ്പറായി, പ്രസിഡന്റ് ആയിട്ടാണ് മരിച്ചത്. സത്യമായിട്ട് MLA ആവേണ്ടതാണ്. പക്ഷെ കാലുവാരിയതാണ്. കാലുവാരി അവന്റെ MLA സ്ഥാനം തെറിപ്പിച്ചത്. ഒരു ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ. നിനക്കറിയോ? എനിക്കറിയില്ലായിരുന്നു. അവനൊരു ഡ്രോൺ സംഘടിപ്പിച്ചു. ഡ്രോൺ ഉണ്ട്. ആ ഡ്രോൺ വെട്ടുകിളി ഭയങ്കര ശല്യമായിരുന്നു. ആ ഡ്രോണിനെ സംഘടിപ്പിച്ചിട്ട് അതിന് കഴുകന്റെ രൂപം നൽകി. കഴുകൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഡ്രോൺ വരുന്നത് കഴുകൻ വരികയെന്ന് വിചാരിച്ച് ഈ വെട്ടുകിളിയുടെ ഇടയിൽ കണ്ട് വിട്ടുകൊടുത്തു. പിന്നെ വെട്ടുകിളി അവിടെ ഉണ്ടായിട്ടില്ല. ഇതാണ് അവന്റെ ബുദ്ധി. ഭയങ്കര ബുദ്ധിയായിരുന്നു. ഈ പൂവ് ഓർമ്മയുണ്ടോ? ഇപ്പോഴും വാടിയില്ലേ? 50 വർഷം മുമ്പ് തന്ന പൂവാണ് അത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് വാടിയിട്ടില്ല. എന്തൊരു സ്നേഹമാണ്. തീർച്ചയായിട്ടും. പിന്നെ ഞാനിപ്പോൾ എൻ്റെ സങ്കടം പങ്കുവെക്കട്ടെ. ഞാൻ അടുത്ത വർഷം ഇവിടെ തനിച്ച് വരേണ്ടി വരുമോ എന്നാണ് എൻ്റെ സങ്കടം. ഇല്ല സിദ്ദിഖ് പോയിട്ട് 1 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടി ഈ സംഗമം കഴിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. ഞാൻ നിങ്ങളുടെ വിവാഹത്തിനെ എന്നെ വിളിച്ചില്ല. അടിയന്തരത്തിനെങ്കിലും ഒരു പായസവും ചോറും സമ്മതിക്കില്ല അല്ലേ? എന്ത് കഴിക്കാൻ? നമുക്കിപ്പോൾ സംഗമത്തിനായാലും ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. നമ്മളുടെ ഈ ഐസ്ക്രീം മാത്രമല്ലേ കഴിക്കാൻ പറ്റൂ. വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഇത് മാത്രം. ഈ അലിയില്ല, ഭക്ഷണവുമില്ല. എങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ സംഗമം അതൊരു ഓർമ്മ മാത്രമായി.
ഇടികൊണ്ട് ചത്തുപോയാ. ഇനിയും ഓർക്കാൻ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ സജീവൻ ഓർക്കില്ലേ? സൂപ്പർ മാർക്കറ്റൊക്കെ ആയില്ലേ, മാളെടുത്തു. എല്ലാ സംഗമത്തിലും പുള്ളിയുടെ സാധനം ഉണ്ടാവും. കടയിൽ ഒരു ചെലവില്ലാണ്ടിരിക്കുന്ന സാധനം മുഴുവൻ സജീവൻ കൊണ്ടുവരും. തിരികെയുടെ സംഗമം കൂടി ആള് ഒരു മാള് തന്നെ സ്വന്തമാക്കി. എന്തായാലും എല്ലാവരെയും നമുക്ക് സ്മരിക്കാൻ കഴിയും. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടാവും, എല്ലാവരും വന്നിട്ടുണ്ട്, നമ്മളെ കാണുന്നുണ്ടാവും. ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ സംഗമം വളരെ കൃത്യസമയത്ത് നടന്നു. കാരണം എല്ലാ ആത്മാക്കളും എത്തിയിരിക്കുന്നു. ആത്മാക്കൾക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും പറയാം, പ്രശ്നമില്ല. നമ്മളും വന്നൂലോ സമയത്തിന്. തീർച്ചയായും മുട്ടുവേദന കാരണമാണ് ഞാൻ കുറച്ച് എനിക്കറിയാം നിങ്ങൾക്ക് തീരെ വയ്യാന്നുള്ളത്. അതാണ് ഞാൻ പോയാലോ ഒന്ന് നമുക്ക്. എന്തായാലും ഈ ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കുകയാണ്. എല്ലാവരും സ്മരിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട്, എല്ലാ പുണ്യാത്മാക്കൾക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ പോട്ടെ. എല്ലാ ആത്മാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിട പറയുകയാണ്.